ഈ 2024 നവംബർ 13 ഹൈക്കോടതി വിധി ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച് കർശനമായ നിയമവ്യവസ്ഥകൾ പാലിക്കാനായിട്ട് സർക്കാരിനെ അന്ത്യശാസനം കൊടുക്കുന്ന രീതിയിലുള്ള സുപ്രധാന വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കാനായിട്ട് ജില്ലാ കളക്ടർമാർ കേരളത്തിൽ വിമുഖത കാണിക്കുന്നതിനെ നിശിതമായിട്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അത് പുറത്തു വന്നതിൽ പിന്നെ പല ജില്ലാ കളക്ടർമാരും ഈ മീറ്റിംഗ് വിളിച്ചു വിടാനായിട്ടുള്ള നടപടികൾ കൈകൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, നാളെ എറണാകുളത്ത് ജില്ലാ കളക്ടർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ എടുക്കാവുന്ന പ്രധാന ഒരു തീരുമാനം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ 15 ആനകളെ 10 ദിവസത്തോളം എഴുന്നള്ളിക്കുന്ന പരിപാടി നിർത്തുക എന്നുള്ളതായിരിക്കും. അവിടെ 15 ആനയെ എഴുന്നള്ളിക്കാനായിട്ട് യാതൊരു സ്ഥല സൗകര്യമില്ല. എന്നാലും 15 ആനകളെ കുത്തിക്കയറ്റി ഞെക്കി നിർത്തി അവിടെ എഴുന്നള്ളിക്കാറുണ്ട്. അപ്പം അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി നാളെ എറണാകുളം ജില്ലാ കളക്ടർ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അതിനെതിരെ ഞങ്ങൾ വീണ്ടും ഹൈക്കോടതി പോയിട്ട് എറണാകുളം ജില്ലാ കളക്ടറെ കൊണ്ട് അവിടുത്തെ തരികടകൾ നിർത്തിപ്പിക്കും. അവിടെ 15 ആനയെ എഴുന്നള്ളിക്കുക എന്നുള്ളത് കേരളോത്സവ മാഫിയയിലത്തെ ചില അംഗങ്ങളുടെ തീരാത്ത ആഗ്രഹമാണ്. ഞങ്ങളെങ്ങനെയാണ് അവിടെ 15 ആനയെ എഴുന്നള്ളിക്കുന്നത്, ഈ വേണേ കണ്ട്രാ എന്ന് പറയുന്ന പരിപാടിയൊക്കെ അവിടെ പലരോടും പറയേണ്ടത്ര. അതേതായാലും കൊല്ലാതോടുകൂടിയിട്ട് അതിന് തീരുമാനമാവും. അവിടെ പരമാവധി എഴുന്നള്ളിക്കാൻ പറ്റുന്ന ആനകളുടെ എണ്ണം പരമാവധി 4 അല്ലെങ്കിൽ 3 ആനയെ നിർത്താനുള്ള സ്ഥലം. 3 ആനയെ നിർത്താനുള്ള സ്ഥലം അവിടെ ഉള്ളോ, 3 പേര് നിർത്താനുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളത് അളന്ന് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് കാലങ്ങളായിട്ട് അതിഭീകരമായിട്ടുള്ള ആനകളെ പീഡിപ്പിക്കുന്ന രീതിയിൽ 15 ആനകളെ ക്ഷേത്ര മതിൽക്കകത്ത് എഴുന്നള്ളിച്ചിരുന്ന തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലത്തെ അതിഭീകരമായിട്ടുള്ള ആനപീഡനം നാളത്തോടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം.